കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദിവ്യാംഗൻ കൂടിയായ ജോസഫിന്റെ മൃതദേഹവുമായി കുടുംബാംഗങ്ങൾ ഇന്ന് പ്രതിഷേധിക്കും. മൃതദേഹവുമായി കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരിക്കുന്ന പ്രതിഷേധിക്കാനാണ് നീക്കം. പെൻഷൻ കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുക. അതേസമയം ജോസഫിന്റെ സംസ്കാരവും ഇന്ന് നടക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേർന്നുണ്ട്. പ്രജിത്ത്, എങ്ങനെ നോക്കിക്കാണാം? പലവട്ടം ഈ പെൻഷൻ കുടിശ്ശികകൾ വിതരണം ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെയൊക്കെ ഒറ്റയാൾ സമരം നയിച്ച ഒരാളാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ഈ പാപ്പച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന ജോസഫ്. എന്തായാലും ഇന്ന് ജോസഫിന്റെ മൃതദേഹം സമയം 10 മണിയോടെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും ഈ രീതിയിലുള്ള ഒരു സമരം കോൺഗ്രസ് നടത്തുക. എന്താ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതനുസരിച്ച് പെൻഷൻ വിതരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കാതെ ഈ സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് കോൺഗ്രസിന്റെ ഈ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ പ്രാദേശിക നേതാക്കൾക്കുള്ളത്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞാൽ മൃതദേഹം വിലാപയാത്രയായി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് കൊണ്ടുപോകും. അവിടെ മൃതദേഹം വെച്ച് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രതിഷേധം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു 12 മണി 1 മണിയുടെ ഒക്കെ ആയിരിക്കും ആ പ്രതിഷേധം ഉണ്ടാകുക. അതുമായി ബന്ധപ്പെട്ട മറ്റ് രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത്, കുടുംബാംഗങ്ങളടക്കമുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നും ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. വിഷ്ണു, പ്രജിത്ത, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജോസഫിന്റെ സംസ്കാരവും ഇന്ന് തന്നെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ രീതിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. ഏതാണ്ട് 12 മണിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാനിക്കുമെന്ന് കരുതാം. അതിനുശേഷമായിരിക്കും കോൺഗ്രസിന്റെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുക. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധത്തിന് ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുക. ഒരു നിമിഷം, ഇപ്പോൾ പഞ്ചായത്ത് അംഗം കൂടിയായ ജിതേഷ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജിതേഷ്, നമുക്കറിയാം വളരെ വലിയൊരു ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. എന്നിരുന്നാൽ കൂടിയും അത് വളരെ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായിട്ടും പെൻഷൻ ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന അവസാനത്തെ ആളായി ശ്രീ ജോസഫ് മാറണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം എല്ലാ കാലത്തും പറഞ്ഞിട്ടിരിക്കുന്നത് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്വാധീനം ചെലുത്തണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രയാസം 2.5 മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന ഗവൺമെന്റിനോടും ഗ്രാമപഞ്ചായത്തിനോടും പോലീസിനോടും ഒക്കെ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഗൗനിച്ചിരുന്നെങ്കിൽ ഇന്ന് ജോസഫ് ജീവിച്ചിരിക്കുമായിരുന്നു. ഇവിടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് സ്വന്തമായി ആത്മഹത്യ ചെയ്യാനുള്ള ആരോഗ്യം പോലും ഇല്ലാത്ത ആള്, 2 കാലുകളും തളർന്നിട്ട് 2 വടി കുത്തിയാലേ അദ്ദേഹത്തിന് നടക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം, കെട്ടിത്തൂങ്ങി മരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഉയരത്തിൽ കയറി നിന്ന് കയറിട്ട് താഴേക്ക് ചാടുകയാണ് കെട്ടിത്തൂങ്ങിയുള്ള മരണം. ആ മരിക്കുന്നതിന് പോലും ആരോഗ്യശേഷി ഇല്ലാതെ തന്റെ മരണം പോലും ഈ പ്രതിഷേധത്തിലൂടെ കൊണ്ടുപോകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും ഇപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിലാണുള്ളത്. ഞങ്ങളുടെ പ്രതിഷേധം, അതായത് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണോ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വീണ്ടും വീണ്ടും കൊണ്ടുവരിക എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ബോഡിയുമായി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള മറ്റൊരു വിഷയം, ഈ സംഭവം ഉണ്ടായതിനു ശേഷം ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളും ഇതിനെ വല്ലാതെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്താണ് ഇവർ ന്യായീകരിക്കുന്നത്? 99 പണി അദ്ദേഹത്തിന് ഒരു വർഷം ലഭിച്ചു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, 99 പണി അദ്ദേഹത്തിന് ഒരു വർഷം ലഭിക്കുക എന്ന് പറയുമ്പോൾ 99 × 311, ആ പണം കൊണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി കഴിയുമോ? അദ്ദേഹത്തിന്റെ മകള് 42 വയസ്സുണ്ട്. ആ കുട്ടി ഭിന്നശേഷിക്കാരിയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ടാണ് ആ കുട്ടി മറ്റൊരു സ്ഥാപനത്തിൽ ഇദ്ദേഹത്തിന് നോക്കാൻ പറ്റാത്തതുകൊണ്ട്, ഭാര്യയുടെ മരണം, ആകസ്മികമായിട്ടുള്ള ഭാര്യയുടെ മരണം കൊണ്ട് ഇദ്ദേഹത്തിന് ഈ കുട്ടിയെ പരിചരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആ കുട്ടിയെ എന്ത് ചെയ്തു മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം തീരുന്നുണ്ടോ? അച്ഛൻ എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്വം അദ്ദേഹം ഇപ്പോഴും നിറവേറ്റുന്നുണ്ട്. ഇപ്പം ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ന്യായം പറയുന്ന ആളുകൾ പറയുന്നത് അവരുടെ പെൻഷൻ കൂടി ഇദ്ദേഹത്തിന് കിട്ടുന്നില്ലേ, 8-ാം മാസം വരെ അദ്ദേഹം പെൻഷൻ വാങ്ങിയിട്ടില്ലേ എന്നൊക്കെയുള്ളതാണ്. അങ്ങനെ കിട്ടുന്നതിന് 4 ഇരട്ടി ചെലവ് അദ്ദേഹത്തിനുണ്ട്.
അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു 50 രൂപയുടെ പച്ചമീൻ വാങ്ങണമെങ്കിൽ അദ്ദേഹം 120 രൂപ ഓട്ടോയ്ക്ക് കൊടുത്തു പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയാണ് അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ ചെലവെന്നുള്ളത്, എത്രയാണ് അദ്ദേഹത്തിന്റെ വരുമാനം എന്നുള്ളത്. ഇപ്പം 8000 രൂപ ലോസിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കടം വാങ്ങി മടുത്തു എന്നത്. 8ാം മാസമാണ് അദ്ദേഹത്തിന് അവസാനമായി പെൻഷൻ ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 മാസത്തെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെയും മുടങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മകളുടെയും മുടങ്ങിയിട്ടുണ്ട്. 16,000 രൂപ അത് മാത്രം തന്നെയുണ്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അവർക്ക് അദ്ദേഹത്തിന് കിട്ടാൻ. അപ്പോ നമുക്കൊരു വരുമാനം എന്ന് പറയുന്നത് പെൻഷനാണ്. അത് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അതിൽ ബഡ്ജറ്റ് ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. ആ ബഡ്ജറ്റാണ് താളം തെറ്റിയത്. അതിന്റെ പ്രതിഷേധമാണ് അദ്ദേഹം 2.5 മാസം മുമ്പ് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയിട്ടെങ്കിലും നാളെ മറ്റൊരാൾക്ക് ഈ ഗതി വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള മരണം അദ്ദേഹം വരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം മുൻനിർത്തി വെച്ചിട്ടുള്ള ആ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുക എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ കളക്ടറേറ്റിലേക്ക് ബോഡിയുമായി പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ജിതേഷ്, ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. ഒരുപക്ഷെ നമുക്കറിയാം ഇടുക്കിയിൽ ഇത്തരത്തിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു, താങ്കൾ ശ്രദ്ധിച്ചിരിക്കും, മറിയക്കുട്ടിയുടെ വിഷയം. അന്നും ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വിശദീകരണം എന്ന് പറയുന്നത് പെൻഷൻ വിഷയങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള. എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ ഈ പരിഹരിക്കുമെന്നുള്ള ഒരു വാക്കിനെ പോലും പൊള്ളയാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായി തന്നെയല്ലേ ഇതിനെ കാണേണ്ടത്? തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, മറിയക്കുട്ടി ചേച്ചിയുടെ വിഷയം വന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? മറിയക്കുട്ടി ചേച്ചിക്ക് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, മറിയക്കുട്ടി ചേച്ചിക്ക് 3 വീടുണ്ട്, അവർക്ക് അമേരിക്കയിൽ മക്കളുണ്ട്, വിദേശത്ത് മക്കളുണ്ട്. എന്തൊക്കെ വാദങ്ങളായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ദേശാഭിമാനി പത്രം പോലും അവരെ അധിക്ഷേപിച്ചുകൊണ്ട് വാർത്ത ഇറക്കിയില്ലേ? അവസാനം 3 ദിവസം കഴിഞ്ഞപ്പോൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ ധീരയായ സ്ത്രീ അതിനെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അബദ്ധത്തിലാകുമെന്ന് കണ്ട സമയത്ത് മാപ്പ് എഴുതി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മാപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് ദേശാഭിമാനി മുന്നോട്ട് പോയില്ലേ? CPM-ഉം അതുപോലെ തന്നെ സൈബർ ഇടങ്ങളിലും ആ സ്ത്രീയെ എത്രത്തോളം ഇവർ വേദനിപ്പിച്ചു. അതേ നിലപാട് തന്നെയാണ് പാപ്പത്തിന്റെ വിഷയത്തിലും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു പ്രയാസം പറയുന്ന ആളുകളെ വേട്ടയാടുക, ഇനി മേലാൽ അവരൊരു പ്രയാസവും പറയരുത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് മാറിയിരിക്കുന്നു. ഇവിടെ സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഇന്ന് കേരള സമൂഹത്തിലുള്ളത്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അരിയുടെ വിലയുടെ വ്യത്യാസം കിലോയ്ക്ക് 10 രൂപയുടെ മുകളിലാണ്. അപ്പോ പരിമിതമായ ബഡ്ജറ്റ് കൊണ്ട് ജീവിക്കുന്ന ആളുകൾ എങ്ങനെ മുന്നോട്ട് പോകും? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, പാപ്പച്ചൻ എന്ന് പറയുന്ന ആൾ, ജോസഫ് എന്ന് പറയുന്ന ആൾ ഒരു പ്രതിനിധി മാത്രമാണ്. അതിനിയെങ്കിലും ഗവൺമെന്റ് കാണണം. കൃത്യം 1-ാം തീയതി പെൻഷൻ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഞാനും നിങ്ങളും 1 ലിറ്റർ പെട്രോളും ഡീസലും അടിക്കുമ്പോൾ 1 രൂപ കൊടുക്കുകയാണ്, പെൻഷന് വേണ്ടി സെസ് കൊടുക്കുകയാണ്. ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലുണ്ടോ? ആ കിട്ടുന്ന പണം കൃത്യമായി ഇവരുടെ പെൻഷന് വേണ്ടി വിനിയോഗിക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഗവൺമെന്റിന് നേരെ ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങളെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ചില ക്യാപ്സ്യൂളുകൾ ഇറക്കിക്കൊണ്ട് ഇതിനെയൊക്കെ മോശമാക്കുന്ന രീതിയിലൂടെ ഇവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, നന്ദി ശ്രീ ജിതേഷ് പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി പ്രജിത്തിലേക്ക് പോവുകയാണ്. പ്രജിത്ത്, എന്ത് തന്നെയായാലും ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായൊരു പ്രതിഷേധം അണിയടിക്കുകയാണ്. ഒരുപക്ഷെ ജില്ലയിൽ എന്നല്ലാതെ ഒരുപക്ഷെ സംസ്ഥാന വ്യാപകമായുള്ളൊരു പ്രതിഷേധം ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതേണ്ടത്? ഈ വിഷയത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് കളക്ടറേറ്റിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ പങ്കെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന തലത്തിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ല. അതിൽ കോൺഗ്രസ് നേതൃത്വം എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശമോ പ്രതികരണങ്ങളോ ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ മേഖലയിലാകെ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് ലൈവ് ഒക്കെ നടത്തിയിരുന്നു. അതിൽ നടത്തിയിരുന്ന പരാമർശങ്ങൾ അത്രയധികം ഒരു ശരിയായ രീതിയിലുള്ളതല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിമർശനമാണ് ആ മേഖലയിൽ നിന്ന് വരുന്നത്. പ്രത്യേകിച്ച് മകളുടെ പെൻഷൻ അതും ഈ പിതാവാണ് കൈപ്പറ്റിയിരുന്നത് എന്ന രീതിയിലേക്കുള്ള ഒരു പരാമർശം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അർഹതപ്പെട്ട പെൻഷൻ ഒരു കുടുംബത്തിലേക്കുള്ള അത് പിതാവ് വാങ്ങിക്കുന്നതിൽ ഉണ്ടാകുന്ന എന്താണ് തെറ്റെന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസ് പ്രതിനിധി പ്രതികരിച്ചതുപോലെ തന്നെ ആ പ്രദേശത്ത് നിന്നും വരുന്നത്. അങ്ങനെ മരണത്തെ ഒരു ആളും ആത്മഹത്യ ചെയ്തു, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തു. ആ സമയത്തും അദ്ദേഹത്തിന്റെ ചെലവുകളടക്കമുള്ള കാര്യങ്ങൾ, അദ്ദേഹം പണം എങ്ങനെയാണ് ചിലവഴിച്ചതെന്നൊക്കെ അന്വേഷിക്കണം അല്ലെങ്കിൽ പരിശോധിക്കപ്പെടേണ്ടതാണെന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗത്ത് നിന്നുണ്ടായതിനെ പറ്റിയും ആ മേഖലയിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് ആ മനോവിഷമത്തെ തുടർന്ന് ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം അത് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട്
വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് തന്നെ സാധ്യതയുണ്ട്. പക്ഷേ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ എന്നിവരുടെ പ്രതികരണങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതനുസരിച്ചായിരിക്കും ഈ പ്രതിഷേധം ഏത് രീതിയിലേക്ക് വളരുമെന്നുള്ള കാര്യങ്ങളടക്കമുള്ള ഒരു അന്തരീക്ഷമൊക്കെ രൂപപ്പെട്ടു വരിക. വിഷ്ണു, വ്യക്തമാണ്. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദിവ്യാംഗൻ ജോസഫിന്റെ മൃതദേഹവുമായാണ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. മൃതദേഹവുമായി കളക്ട്രേറ്റിന് മുന്നിൽ കുത്തിയിരിക്കാനുള്ള ഒരു നീക്കമാണ് കുടുംബാംഗങ്ങളുടെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രജിത്താണ് വിശദമായ റിപ്പോർട്ടുകളും പങ്കുവച്ചത്.